കായംകുളം നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും നടത്തി. വിഷൻ 2050 കായംകുളം എന്ന വികസന ശില്പശാലയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും വികസന സദസ്സിൽ അവതരിപ്പിച്ചു. കായംകുളം നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടത്തി. വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നഗരസഭ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങളും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വികസന സദസ്സിൽ കേൾക്കുകയും അത് രേഖയായി വാങ്ങുകയും ചെയ്തു. വികസന സദസ്സിന് മുന്നോടിയായി നഗരസഭ സംഘടിപ്പിച്ച വിഷൻ 2050 കായംകുളം എന്ന വികസന ശില്പശാലയിൽ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും വികസന സദസ്സിൽ അവതരിപ്പിച്ചു. നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് നഗരസഭയുടെ ഭാവി വികസനത്തിനായി ഒരു വികസന രേഖയും തയ്യാറാക്കും. രേഖ ഗവൺമെന്റിലേക്കും നൽകും. വികസന സദസ്സ് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് പണിതു കൊടുക്കുന്ന നാടായി കേരളം. പുനർഗേഹമെല്ലാം ഇവിടെ വിഷയം കാണിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ കായംകുളം നഗരസഭയെ സംബന്ധിച്ച് ഇന്ന് ഒരു പ്രഖ്യാപനം നമുക്ക് തന്നെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, നമ്മൾ സമ്പൂർണ്ണ അതിദരിദ്രരില്ലാത്ത നഗരസഭയായി ഇന്ന് മാറുകയാണ്. ആ പ്രഖ്യാപനവും കൂടി MLA ഒന്ന് നിർവഹിച്ചേക്കണേന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷം അതൊക്കെ കേൾക്കുമ്പോഴെന്നറിയോ. നമ്മുടെ കായംകുളത്ത് 199 മനുഷ്യർ വീടില്ലാത്തവരുണ്ടായിരുന്നു. വീടുണ്ടായിട്ടും ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ടായിരുന്നു. വീടുണ്ടായിട്ടും മരുന്നിന് മാർഗമില്ലാത്തവരുണ്ടായിരുന്നു. പലതരത്തിലുള്ള ക്ലേശഘടനകളായിരുന്നു അവരെ അതിദരിദ്രർ എന്ന പട്ടികയിലേക്ക് എത്തിച്ചത്. ആ അതിദരിദ്രരായ 166,000 പേരെ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് കണ്ടെത്തുമ്പോൾ കായംകുളത്തെ 199 ആളുകൾ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സാധാരണ മനുഷ്യരുടെ നിലവാരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഈ കായംകുളം നഗരസഭയുടെ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇന്ന് ആദ്യം തന്നെ സന്തോഷത്തോടെ അതിദരിദ്രരില്ലാത്ത ഒരു നഗരമായി ഈ കായംകുളം പട്ടണത്തെ, കായംകുളം നഗരസഭയെ ഇവരുടെ എല്ലാ അനുഭവത്തോടു കൂടി അത് പ്രഖ്യാപിക്കുകയാണ് ഒരു അഭിമാനത്തോടെ. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. ഈ ഭരണം മുഖ്യമായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ലാബ്, ഫാർമസി, തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്ന നിലയിലാക്കി. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഒന്നാമത്തെ താലൂക്ക് ആശുപത്രിയായി കായംകുളത്തെ മാറ്റിയെടുക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ കായിക അവാർഡ് തുടർച്ചയായി തീരുമാനം കഴിഞ്ഞു. വൈസ് ചെയർമാൻ J. ആദർശ് സ്വാഗതം പറഞ്ഞു. വികസന സദസ്സിൽ വെച്ച് മാലിന്യ സംസ്കരണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശുചീകരണ തൊഴിലാളികൾ, പാലിയേറ്റീവ് പ്രവർത്തകർ, നഗരസഭയുടെ വികസനത്തിനായി പ്രവർത്തിച്ചവർ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. നഗരസഭയുടെ വികസനരേഖ MLA പ്രകാശനം ചെയ്തു. നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും നടത്തി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ രഞ്ജിത്ത് R. നായരും നഗരസഭയുടെ വികസന നേട്ടങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി സനിലസും അവതരിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സന്ദേശം ഓൺലൈനായി അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, S. കേശുനാഥ്, ഫർസാന ഹബീബ്, PS. സുൽഫിക്കർ, ഷാമില അനിമോൻ, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഹരിലാൽ, നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.